കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന അപകടത്തിൽ GCDAയിലെ എഞ്ചിനീയേഴ്സിനെ ചോദ്യം ചെയ്യുമെന്ന് വാർത്ത വരികയാണ്. അതായത് കനത്ത സുരക്ഷയും എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത എഞ്ചിനീയർമാരെയാണ് പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്യാംകുമാർ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ശരിയാണ്. ശ്യാം, വെൽക്കം ബാക്ക് ടു തിരുവനന്തപുരം. നിങ്ങൾക്കറിയുന്ന പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ തകർക്കുക കേട്ടോ, കുട്ടികൾ തകർക്കുന്നു പറഞ്ഞാൽ തകർക്കുന്നു. അങ്ങനെ അപ്പോൾ പറയൂ. SKN നേരത്തെ ഈ അപകടമുണ്ടായപ്പോൾ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത എഞ്ചിനീയർമാരെയാണ് SKN പറഞ്ഞ പോലെ തന്നെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നത്. നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ആശ, എഞ്ചിനീയർ അനിൽ എന്നിവർക്കാണ്. ഇവർ രണ്ടുപേരുമാണ് ആ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നതും അവിടെ അനധികൃത നിർമ്മാണങ്ങൾ നടന്നിരുന്നുവെന്ന് പരിശോധിക്കേണ്ടിയിരുന്നതും. അതിൽ വീഴ്ച വരുത്തി എന്നുള്ളതും മാത്രമല്ല, അവിടെ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായില്ല എന്ന് റിപ്പോർട്ട് കൂടി കൊടുത്തിരുന്നു ഈ രണ്ടുപേരും ചേർന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരാൾക്കെതിരെ ഇന്നലെ സസ്പെൻഷൻ നടപടി ഉണ്ടായത്. അതും ഗത്യന്തരമില്ലാതെയാണ് GCDA അവസാനം ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നത്. ഒരു കുഴപ്പവും ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥയാണ് GCDA ചില കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അവസാനം സസ്പെൻഡ് ചെയ്തത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്യും. ഇവർക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. SKN.